ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ ചില സംഘർഷ നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ആത്മാവ് ക്ഷീണിക്കുന്ന നിമിഷങ്ങൾ, പ്രതീക്ഷകൾ തകർന്നു പോകുന്ന നിമിഷങ്ങൾ, നമ്മെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ. അത്തരം സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഉപദേശങ്ങളല്ല, ദൈവത്തിൻ്റെ വിസ്മയ കരുണയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് വളരെ മനോഹരമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. സങ്കീർത്തനം 52:8. ഞാനോ ദൈവത്തിൻ്റെ കരുണയിൽ എന്നേക്കും ആശ്രയിക്കും. എൻ്റെ കഴിവിൽ ആശ്രയിക്കും, എൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കും എന്നല്ല ദാവീദ് പറയുന്നത്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കും എന്നാണ്. നമ്മുടെ പരാജയങ്ങളെ കണ്ടിട്ടും നമ്മെ ഉപേക്ഷിക്കാതെ ക്ഷമിക്കുകയും കരുതുകയും ചെയ്യുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ ആത്മാവ് തളർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. മുറിവേറ്റ ഹൃദയത്തിന് അത് സ്വർഗീയ ഔഷധമാണ്. തകർന്നുപോയ ജീവിതത്തിന് അത് ദൈവത്തിൻ്റെ സാന്ത്വനമാണ്. ക്ഷീണിച്ച കാലുകൾക്ക് അത് പുതുശക്തിയാണ്. ഭയപ്പെടുന്ന ഹൃദയത്തിന് അത് പിതാവിൻ്റെ കൃപാസനമാണ്. യെശയ്യാപ്രവചനം 54:10 ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാനത്തിൻ്റെ നിയമം നീങ്ങിപ്പോവുകയില്ല. എത്ര വലിയ ഉറപ്പാണ് നമ്മുടെ ദൈവം നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയേക്കാം, മനുഷ്യർ മാറിയേക്കാം, നമ്മുടെ ആരോഗ്യം പ്രതിസന്ധിയിലായേക്കാം, ബന്ധങ്ങൾ അകന്നു പോയേക്കാം, നമ്മുടെ സ്വന്തം ശക്തി പോലും നമ്മെ വിട്ടുപോയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായ നമ്മളോടുള്ള ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കില്ല, അസ്തമിക്കുകയുമില്ല. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. വിലാപങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റിയുള്ള പ്രഖ്യാപനം വളരെ ഹൃദയസ്പർശിയാണ്. 3:22-23 യഹോവയുടെ ദയയാൽ നാം മുടിഞ്ഞു പോകുന്നില്ല, അവൻ്റെ കരുണകൾക്ക് അവസാനമില്ല, അവ പ്രഭാതം തോറും പുതിയതാകുന്നു. ഇത് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ ആശ്വാസവചനമാണ്. ദൈവത്തിൻ്റെ കരുണ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ഒരു അനുഗ്രഹം മാത്രമല്ല, ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കരുണയാണ്. ഇന്നലെ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചെങ്കിൽ നിരാശപ്പെടണ്ട. ദൈവത്തിൻ്റെ കരുണ ഇന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്തും. ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയത്തിൻ്റെ അപമാനഭാരത്താൽ ലജ്ജിതരാകേണ്ട. ദൈവത്തിൻ്റെ കരുണ ഇന്ന് പുതിയ തുടക്കത്തിന്
നിന്നെ അനുവദിക്കും. ജീവിത പ്രതിസന്ധികളിൽ നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ? ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ആന്തരിക മുറിവുകളിലേക്ക് സൗഖ്യവും സാന്ത്വനവുമായി ഒഴുകിയെത്തും. പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത വിധം നിരാശയുടെ കൊടും തണുപ്പിൽ ആദ്യ സ്നേഹം തണുത്തുപോയിരിക്കുകയാണോ? ഓർക്കുക, നിങ്ങളുടെ നിസ്സഹായതയിലും ബലഹീനതയിലും വിഷാദത്തിലും ദൈവത്തിൻ്റെ കരുണ സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ദുരിതരാത്രി തീർച്ചയായും നീങ്ങിപ്പോകും. മനോഭാരങ്ങൾ ദൈവം എടുത്തു മാറ്റും. പുത്തൻ പ്രതീക്ഷകളുടെ ഉദയസൂര്യനായി കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയായും കടന്നുവരും. നിങ്ങളെ പരിഹസിക്കുന്നവരുടെ ഇടയിലൂടെ ജീവിതത്തിൽ ചുവടുവെച്ച് മുന്നേറുവാൻ ദൈവം നിങ്ങൾക്ക് വിസ്മയ ശക്തി തരും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം നിഷേധിച്ചു. പക്ഷേ യേശു അവനെ ഉപേക്ഷിച്ചില്ല. പരാജയപ്പെട്ട പത്രോസിനെയാണ് പിന്നീട് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുവാൻ ഏൽപ്പിച്ചത്. അതാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ ഭൂതകാലത്തേക്കാൾ വലുതായ ഒരു ഭാവി ദൈവം നമുക്കായി തുറക്കും. നിരാശപ്പെടുന്നവരെയും നിയോഗങ്ങളിൽ പരാജയപ്പെട്ടവരെയും വിശ്വാസ തകർച്ച മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെയും മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ലാത്ത ധൂർത്തപുത്രനെയും സ്നേഹകരങ്ങളിൽ ചേർത്ത് നിർത്തുന്ന കർത്താവിൻ്റെ കരുണ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഇനി എനിക്ക് ഒന്നും പ്രതീക്ഷിക്കുവാനില്ല എന്ന് പറയരുത്. ദൈവത്തിൻ്റെ കരുണ ഉള്ളിടത്ത് പുതിയ തുടക്കം എപ്പോഴും സാധ്യമാണ്. സങ്കീർത്തനം 23:6. എൻ്റെ ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും എന്നെ പിന്തുടരും. എത്ര മനോഹരമായ പ്രോമിസാണ് ഇത്, അല്ലേ? നന്മയും കരുണയും ജീവിതകാലം മുഴുവനും നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കും. സർവാധിപനും സർവശക്തനുമായ നമ്മുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ മാറ്റമില്ലാത്ത വാക്കുകളാണിത്. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നാം ചിലപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് ലക്ഷ്യമില്ലാതെ ഓടി അലയാറുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിൻ്റെ കരുണ എന്നും എപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണെന്ന്. ഈ സൗജന്യ കൃപയ്ക്കു വേണ്ടി നമ്മൾ യാതൊരു ചെലവും ചെയ്യേണ്ടതില്ല. ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുവാൻ വിനയവും സമർപ്പണവും വിശ്വാസവും മാത്രമുണ്ടായിരുന്നാൽ മതി. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കണ്ടിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു.
വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ എന്ന മേരി മാതാവിന്റെ സാക്ഷ്യം നമ്മുടേതും ആകണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും നിസ്സഹായതയും പ്രതിസന്ധികളും രോഗങ്ങളും ഏകാന്തതയും ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വാസപൂർവം സമർപ്പിക്കുവാൻ മറക്കരുത്, മടിക്കരുത്. നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിൻ്റെ കരുണയിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ പരാജയങ്ങൾ ദൈവത്തിൻ്റെ കരുണയിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ കരുണയിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ ഭാവിയെ ദൈവത്തിൻ്റെ വിസ്മയ കരുണയിൽ ഏൽപ്പിക്കുക. എൻ്റെ സാഹചര്യങ്ങൾ എന്തായാലും ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കും എന്ന ഒരു വലിയ തീരുമാനം നമുക്ക് ഇന്നു മുതൽ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ കരുണ നിസ്തുലമാണ്, അവസാനിക്കാത്തതാണ്. അതൊരിക്കലും തീർന്നു പോവില്ല. അത് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അത് സമൃദ്ധിയായി നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനന്ത കൃപയുടെ ചാലുകളാണ്. ജീവിതത്തിലെ സുഖകാലത്തിലും ദുഃഖകാലങ്ങളിലും നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നിയാലും ഉടമ്പടി ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന കരുണാമയനായ ദൈവത്തിൻ്റെ കരുണ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന അചഞ്ചലമായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. മരണ നിഴൽ താഴ്വരയിലും സധൈര്യം ചുവടുവെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രത്യാശയും ധൈര്യവും തരുന്നത് നമ്മുടെ കർത്താവിൻ്റെ കരുണയും വിസ്മയ സ്നേഹവുമാണ്. പ്രതിസന്ധികളുടെ തിരമാലകളെ മുറിച്ചു മുന്നേറുവാൻ കർത്താവിൻ്റെ കരുണയിലുള്ള ഉറപ്പും പ്രത്യാശയും മാത്രം മതിയാകും. അത് നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങൾക്ക് സാന്ത്വനം നൽകും. നിരാശയുടെ ആഴങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. അവിടെ നിന്നാണ് പുതിയ ജീവിതം ആരംഭിക്കുവാനുള്ള കൃപയും വിസ്മയശക്തിയും അനുദിനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണാമയനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ക്ഷീണത്തിലും വേദനയിലും പരാജയങ്ങളിലും ഞങ്ങളെ ഉപേക്ഷിക്കാതെ സ്നേഹകരങ്ങളിൽ ചേർത്ത് നിർത്തുന്ന അങ്ങയുടെ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഞാനോ ദൈവത്തിൻ്റെ കരുണയിൽ എന്നേക്കും ആശ്രയിക്കുമെന്ന സങ്കീർത്തനക്കാരൻ്റെ വിശ്വാസം, പ്രത്യാശ നാഥ ഞങ്ങൾക്കും നൽകണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കണമേ. തളർന്ന ആത്മാക്കൾക്ക് ശക്തി പകരണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല പരാജയങ്ങളെക്കാൾ അങ്ങയുടെ കരുണ വലുതാണ് എന്ന സത്യം എപ്പോഴും ഞങ്ങളുടെ ഓർമ്മയിൽ നിലനിർത്തണമേ. ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ പുതിയ കരുണ
പ്രതിസന്ധികളിൽ സുരക്ഷിതമായി ഞങ്ങളെ വഴി നടത്തണമേ. ഇന്നും എന്നും ഞങ്ങളുടെ ആശ്രയം അങ്ങയുടെ കരുണ മാത്രമായിരിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാത്ത് സംരക്ഷിക്കണമേ. പാപപരിഹാര ബലിയിലൂടെ ഞങ്ങൾക്ക് നിത്യരക്ഷയും വീണ്ടെടുപ്പും നേടിത്തന്ന ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ക്രിസ്തുയേശുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.